ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വീഡ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ച് കയറിയിട്ട് ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ കടലിന് നടുക്കായിട്ട് ഒരു ചെറിയൊരു പാലമുണ്ട്. ആ നടുക്കോട്ട് ഇങ്ങനെ നമുക്ക് ആ പാലം വഴി ഇങ്ങനെ ഇച്ചിരി ദൂരം നടന്നു പോകാം. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് കരുതി നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള 2 പേര് അവർ നേരത്തെ തിലോസാൻ്റെ ബീച്ചിനടുത്താണ് താമസിച്ചിരുന്നത്. അതായത് ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ വഴികളും അവർക്ക് അറിയാമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ അവരുടെ വാക്ക് കേട്ട് നമ്മളിത് ഈ കാടിൻ്റെ നടുക്കൂടാണ് കയറി പോകുന്നത്. വഴി കാണിച്ചു തരാനായിട്ട് ഒരാൾ മുമ്പേ നടപ്പുണ്ട് കേട്ടോ. ഇടയ്ക്ക് ആളൊന്ന് ചെറുതായിട്ട് സ്റ്റക്കായിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ ആളിന് മനസ്സിലായി ഇവിടെ ഒന്നും വഴി കാണുന്നില്ലെന്ന്. അങ്ങനെ ആളവിടെ നിന്ന് വഴി ഇവിടെ ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ നമുക്കൊന്നും വഴിയൊന്നും നടന്നു പോകാനുള്ളതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും തിരിച്ചു പോകാൻ തീരുമാനിച്ചില്ല. കാരണം ആ ആംബിയൻസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് തന്നെ പോകാമെന്ന് വെച്ച് എല്ലാവരും മുമ്പോട്ട് തന്നെ പോയി. ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണെന്ന് തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം മുമ്പോട്ടുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്നൊരു സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. അവിടെ വിറകൊക്കെ കൊണ്ട് ആരാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനും മറ്റുമായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളതേ വീണ്ടും മുമ്പോട്ട് നടക്കുന്നുണ്ട്. സ്വീഡനിൽ അങ്ങനെ വന്യജീവികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാടിനകത്തൂടെ പോകാൻ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ധൈര്യപൂർവ്വം തന്നെ കാട്ടിലൂടെ നടക്കുകയാണ്. കാടെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാടൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മൾ നടന്നു പോകുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ നടന്നു പോകുന്ന വഴികളിലെല്ലാം ഒടിഞ്ഞു കിടക്കുന്ന മരങ്ങൾ കാണും. അതുപോലെ ഇങ്ങനെ നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ കമ്പുകൾ നല്ല ഷാർപ്പായിരിക്കും. അതങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ വേണം നമ്മൾ നടന്നു പോകാൻ. നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റിയ വഴികളൊന്നും ആയിരിക്കത്തില്ല. ചിലയിടത്ത് കുത്തനെ ഇറക്കമൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും. ഞാനിവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി കേട്ടോ. വേറൊന്നുമല്ല, ഇത് ചെറിയൊരു സ്ലോപ്പാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല. കാരണം ഒന്നാമത് എൻ്റെ ഷൂസ് എനിക്ക് ഇച്ചിരി ലൂസാണ്. ഞാൻ ബീച്ചിലിറങ്ങിയ ശേഷം തിരിച്ചു കയറിയപ്പം സോക്സ് ഇട്ടില്ല. കാല് നനഞ്ഞുകൊണ്ട് നേരെ ഷൂ ഇട്ട് പോകുമായിരുന്നു. ബട്ട് അതെനിക്ക് നല്ല പണി കിട്ടി. കാരണം ഇതുവഴി നന്നായിട്ട് എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സോക്സ് എടുത്തിടാനുള്ളൊരു ടൈമും കിട്ടിയില്ല. വഴി തപ്പിപ്പോകുന്ന ആ ഒരു വെപ്രാളത്തിനിടയ്ക്ക് ഇവിടെ ഇപ്പം നമ്മൾ വഴി തപ്പി നടക്കുകയാണ്. അപ്പം വഴി കണ്ടുപിടിച്ചിട്ട് താഴോട്ട് ഇറങ്ങാമെന്നായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നു. കാരണം അവിടെ ഫ്രണ്ടിൽ മൊത്തം മരങ്ങളിങ്ങനെ ഒടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ടൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. പിന്നെ അവർ മരത്തിൻ്റെ മുകളിലൂടെയും താഴെ കൂടെയൊക്കെ വലിഞ്ഞ് കയറി ഒരു വിധത്തിലൊരു കല്ലിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. അങ്ങനെ എന്തൊക്കെയോ അവർ കണ്ടുപിടിച്ചതിന് ശേഷം അതുവഴി തിരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ ആ സ്ലോപ്പ് പെയ്യെ ഇരുന്നിറങ്ങിയ ശേഷം അവർ പോയ വഴിയിലൂടെ ഞാൻ പോകാൻ പോവുകയാണ്. ഞാനപ്പോൾ ആലോചിക്കുകയാണ് എങ്ങനെ ഞാനിത് കയറി പോകുമെന്ന്. കാരണം മരങ്ങളൊക്കെ ഒടിഞ്ഞും ചരിഞ്ഞും ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് നിലത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനടിയിലൂടെ വേണം നമ്മൾ കയറി പോകാൻ. ഒന്നാമത് എൻ്റെ ഷൂസ് ലൂസായതുകൊണ്ടും തോളത്ത് ബാഗ് കിടക്കുന്നതുകൊണ്ടും എനിക്ക് നന്നായിട്ട് കയറി പോകാൻ പറ്റുന്നില്ല. ഞാൻ വെറുതെ ഷൂവിനെയും ബാഗിനെയും പഴിചാരുവാന്ന് വിചാരിക്കേണ്ട, ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അതിനകത്ത് കയറി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കുത്തനെ ഉള്ളൊരു ഇറക്കം കൂടിയായിരുന്നു. അതാണ് അത്രയും ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെ നമ്മളതേ പിന്നെയും നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് പൈൻ ട്രീസ് ആണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം ഇങ്ങനെ നിൽക്കുകയെന്ന് കാണാൻ. അപ്പോൾ ഈ യാത്രക്കിടയിലും എൻ്റെ വിഷമം ഒരു ഫോട്ടോ പോലും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ പൈൻ ട്രീസിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വഴി അറിയാത്തത് കൊണ്ട് ആ ഒരു ടെൻഷനിൽ എല്ലാവരും നടന്നു പോകുമ്പോൾ അവർക്കൊപ്പം നടന്നല്ലേ പറ്റും. അതുകൊണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കാൻ കൂടി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ഞാനും അവർക്കൊപ്പം നടന്നു. അങ്ങനെ നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ചിങ്ങനെ നടന്ന് നീങ്ങുകയാണ് മുമ്പോട്ട്. അതിനിടയിൽ 1-2 പൂക്കൾ കണ്ടു. ആ പൂക്കൾ ഞാൻ എൻ്റെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തു. അധികം ഒപ്പിയെടുക്കാനൊന്നും ആമി സമ്മതിച്ചില്ല. ഇനി എന്നെ അമ്മ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആമി വരവായി. അങ്ങനെ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ എപ്പോഴേ ഈ വഴി നമുക്ക് കടന്നു പോകാമായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഒരു ആംബിയൻസ് ഒന്നും കിട്ടില്ലല്ലോ. എന്തായാലും ഞങ്ങൾ പിന്നെയും നടന്ന് നീങ്ങി.
അപ്പോഴേക്കും നമ്മൾ വെതർ ചെക്ക് ചെയ്തപ്പോൾ കണ്ട മഴ വരാൻ ടൈമായി. അതുകൊണ്ട് തന്നെ നമ്മൾ പാലത്തിൽ പോകുന്നത് ക്യാൻസൽ ചെയ്തു. എന്നാൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ഇവിടെ കുറച്ച് സെറ്റപ്പുകളൊക്കെ കണ്ടു. സമ്മറൊക്കെ ആയതുകൊണ്ടാണ്. എന്തായാലും ഇന്നിവിടെ ആരെയും കാണാനില്ല, കാരണം വെതർ അത്രയ്ക്ക് മോശമാണല്ലോ. അതുകൊണ്ട് ആരും വെളിയിലൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പിസ്സ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അതിനല്ല ആമി നല്ല ഉറക്കവുമായി. ഇതിനിടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്ത് തോന്നുന്നു കേട്ടോ. ആ ടൈമിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കവറൊക്കെ ഇട്ട് ആമയുടെ തലയിലിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഇവിടെ നമുക്ക് കുടയൊന്നും പിടിച്ച് മഴ പെയ്താൽ നടക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അതിശക്തമായ കാറ്റാണല്ലോ. കാറ്റ് ഇന്ന് അതിശക്തമാണെങ്കിലും അല്ലാത്ത ദിവസമാണെങ്കിലും നമുക്ക് കുട പിടിച്ച് ഇവിടെ നടക്കാൻ പറ്റത്തില്ല. എപ്പോഴും അത്യാവശ്യം നല്ല കാറ്റ് കാണും. അങ്ങനെ നമ്മൾ സനേഗാർഡൻ പിസ്സേരിയ വന്ന് പിസ്സയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ആമി ഫോക്ക് വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിനുശേഷം ആമിക്ക് ഒരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് ആള് ഹാപ്പി. ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.